ഹായ് ഡിയേഴ്സ്, ഒരു കോട്ടൺ ഫാബ്രിക്കിലുള്ള കളക്ഷനാണ്. ബാട്ടിക് പ്രിന്റും കോട്ടൺ ഹെക്കോബയാണ്. നല്ല കളർ ഷെയ്ഡ്സിൽ ഡൈ ചെയ്തെടുത്തേക്കുന്ന കോട്ടൺ ഹെക്കോബയാണ്. നല്ലൊരു റാണി പിങ്ക് പോലത്തെ ഷെയ്ഡ് ഉണ്ട്, ഡാർക്ക് ഓർക്കിഡ് ലാവൻഡർ ഉണ്ട്, ഒരു പീച്ച് ഓറഞ്ച് ടോൺ ഉണ്ട്, ഡാർക്ക് ഗ്രീൻ ഉണ്ട്, നല്ലൊരു യെല്ലോ ഷെയ്ഡ് ഉണ്ട്, മസ്റ്റർഡ് യെല്ലോ ഷെയ്ഡ് ഉണ്ട്. അപ്പോൾ ഇത്രയും കളർ ഷെയ്ഡ്സ് ആണ്. ഡീറ്റെയിൽസ് കാണാം. ടോപ്പ് വന്നിട്ട് ഇതിന്റെ ദാമനിലൊരു ലേസ് പാച്ച് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഫ്രണ്ടിൽ ആ ഒരു കട്ട് വർക്ക് പാറ്റേൺ, അതായത് കോട്ടൺ ഹെക്കോബ ആയതുകൊണ്ട് കട്ട് വർക്ക് പാറ്റേണും കൂടെ കൊടുത്തിട്ടുണ്ട്. ബാക്ക് ജസ്റ്റ് ബാട്ടിക് പ്രിന്റ് ആണ് വരുന്നത്. നല്ല കളർ ഷെയ്ഡ്സ് ആണ് ഇതിലെല്ലാം വന്നേക്കുന്നത്. ഇതുണ്ട്, ഇങ്ങനെ വരും. ടോപ്പ് വന്നിട്ട് ആ ഒരു ബാട്ടിക് പ്രിന്റ് വിത്ത് ഇതുപോലെ കട്ട് വർക്ക് പാറ്റേൺ. പിന്നെ കോട്ടൺ ചെക്സ് ഫാബ്രിക്കിലാണ് ദുപ്പട്ട വന്നേക്കുന്നത്. ഉണ്ടോ, ചെക്സ് ലൈറ്റ് ചെക്ട് പാറ്റേൺ കൊടുത്തേക്കുന്നത്. അതിൽ ബാട്ടിക് പ്രിന്റ് ആണ്. കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ വരുന്ന ബോട്ടം. അടുത്ത ഷെയ്ഡ് വന്നേക്കുന്നത്. ഇതിന് നല്ല നീളമൊക്കെ ഉണ്ട്. പകുതി മടക്കി വെച്ചിട്ടുണ്ട്. വർക്ക് സെയിം തന്നെ ഇതേപോലെ വരും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഷ്വൽ വെയർ സ്റ്റൈലിൽ യൂസ് ചെയ്യാം. പിന്നെ ഇത്രയും കളേഴ്സും കൊണ്ട് നമ്മൾ ഡൈ ഒക്കെ ചെയ്തേക്കുന്നുണ്ട്. കോട്ടൺ ഇപ്പോഴും ഞാൻ പറയുന്ന, എന്നാലും ജസ്റ്റ് ഒന്നും കൂടെ എല്ലാവരും ഓർമ്മിപ്പിക്കുന്നേ ഉള്ളൂ. കോട്ടൺ യൂസ് ചെയ്യുമ്പം, വാഷ് ചെയ്യുമ്പം കളർ ഗാർഡ് യൂസ് ചെയ്യുക. ഇത്രയും കളർ ഷെയ്ഡ്സും കൊണ്ട് നമ്മൾ ഡൈ ചെയ്യുന്നതുകൊണ്ടായതുകൊണ്ട്. ഇതാണ് എൻ്റെ ദുപ്പട്ട വന്നത്. ബാട്ടിക് പ്രിന്റഡ് ദുപ്പട്ട വിത്ത് കോട്ടൺ ബോട്ടം ആണ്. റേറ്റ് 1290 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ഇതാണ് എൻ്റെ തന്നെ ഒരു പീച്ച് ഓറഞ്ച് ടോൺ ആണ്. ഡാർക്ക് അല്ല, കുറച്ചുകൂടെ ലൈറ്റ് ആണ്. അതിൽ വന്നിട്ടും വർക്ക് സെയിം ഇതുണ്ട്. ഫ്രണ്ടും ബാക്കും ബാട്ടിക് വിത്ത് ഫ്രണ്ടിൽ കട്ട് വർക്ക് എംബ്രോയിഡറി, ഒരു ഹണിക്കോം സ്റ്റൈലിലുള്ള പാറ്റേൺ ആണ് ഇതിൽ ചെയ്തേക്കുന്നത്. ആണ് ടോപ്പ് വന്നേക്കുന്നത്. നല്ല കളർ ഷെയ്ഡ്സ് ആണ്. ആൻഡ് വളരെ ലൈറ്റ് വെയ്റ്റും യൂസ് ചെയ്യാൻ കംഫർട്ടബിളും ആയിട്ട് നിൽക്കുന്ന ദുപ്പട്ട. കോട്ടൺ ചെക്സിൽ വരുന്ന ദുപ്പട്ടയാണ്. ബോട്ടം ഇതുപോലെ കോട്ടൺ ഫാബ്രിക്കിൽ ഇതിൽ ബാട്ടിക് പ്രിന്റ് വന്നിട്ടുണ്ട്. ഇതാണ് നെക്സ്റ്റ് കളർ വന്നത്. നല്ലൊരു ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന മസ്റ്റർഡ് യെല്ലോ ഷെയ്ഡ്. വർക്ക് സെയിം തന്നെ. എല്ലാത്തിലും ഈ ഒരു കട്ട് വർക്ക് പാറ്റേണിൽ ലൈറ്റ് ചേഞ്ചസ് വന്നിട്ടുണ്ട്. മുന്നേ കണ്ടതിൽ അതിന് മാത്രമേ ബോട്ടത്തിൽ പ്രിന്റ് വരുന്നുള്ളൂ. എല്ലാത്തിലും ബോട്ടത്തിൽ പ്രിന്റ് വരുന്നുണ്ട്. ഇതിൻ്റെ കട്ട് വർക്ക് പാറ്റേൺ ഡിഫറെൻ്റ് ആണ്. നല്ല കളർ ഷെയ്ഡ്സുകളാണെല്ലാം. ഇത് ദുപ്പട്ട വന്നിട്ട് ലൈറ്റ് വെയ്റ്റ് കോട്ടൺ ചെക്സിലാണ് വരുന്നത്. അതായത് ഈ നമ്മുടെ ഷിഫോണൊക്കെ പോലെ തന്നെ ലൈറ്റ് വെയ്റ്റ് ഫാബ്രിക് ആണ്. ചെക്ട് പാറ്റേൺ കണ്ടില്ലേ, വിത്ത് ബാട്ടിക് പ്രിന്റ്. ഇതിലും ബോട്ടത്തിൽ പ്രിന്റ് വരുന്നില്ല. കോട്ടൺ ബോട്ടം. അല്ല ലാസ്റ്റ് കളർ വന്നിരിക്കുന്നത്. ഇതും ഇപ്പം കണ്ട ആ സെയിം കൈൻഡ് ഓഫ് കട്ട് വർക്ക് ഡിസൈൻ ആണ് ചെയ്തേക്കുന്നത്. കേട്ടോ, കുറച്ചുകൂടെ ഹെവി കൈൻഡ് വർക്കാണ് ഇതിൽ വന്നിരിക്കുന്നത്. ആ ഒരു കട്ട് വർക്ക് എംബ്രോയിഡറി വിത്ത് ബാട്ടിക് പ്രിന്റ്. ഇതാണ് ടോപ്പ് വന്നിരിക്കുന്നത്. ബാട്ടിക് പ്രിന്റ്. നല്ല കളർ ഷെയ്ഡ്സ് അല്ലേ, എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള കളർ ഷെയ്ഡ്സ് ആണ്. ആൻഡ് ഇത് ദുപ്പട്ട. എല്ലാത്തിലും പാറ്റേൺസ് സെയിം. ഒരെണ്ണത്തിൽ മാത്രം ബോട്ടത്തിൽ ഒരു ബാട്ടിക് പ്രിന്റ് വന്നിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാത്തിലും ജസ്റ്റ് പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡിസൈനിൽ, ടോപ്പിലെ ഡിസൈനിൽ ലൈറ്റ് വേരിയേഷൻ വന്നുകൊണ്ടാണ് ആ ഒരു ബോട്ടത്തിൽ പ്രിന്റ് കൊടുത്തേക്കുന്നത്. കോട്ടൺ ഫാബ്രിക്കാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത്. ഇത്രയും കളർ ഷെയ്ഡ്സ്, 5 കളർ ഷെയ്ഡ്സ്. യൂഷ്വലി 4 വരുന്നത്. ഇതിലിപ്പം 5 കളർ ഷെയ്ഡ്സ് ഉണ്ട്. എല്ലാത്തിനും റേറ്റ് സെയിം തന്നെയാണ്. പ്യുവർ കോട്ടൺ ഹെക്കോബ ഫാബ്രിക്കിൽ ഫ്രണ്ടിലാണ് ആ ഒരു ഹെക്കോബ വരുന്നത്. ബാക്ക് ബാട്ടിക് മാത്രമേ വരുന്നുള്ളൂ. ഇത്രയും കളർ ഷെയ്ഡ്സ്. റേറ്റ് 1290 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.